മകരവിളക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ സന്നിധാനത്ത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നു. പമ്പ, ഹിൽ ടോപ്പ് എന്നിവിടങ്ങളിൽ പോലീസ് പരിശോധന നടത്തി. തീർത്ഥാടകരെ സഹായിക്കാൻ സന്നിധാനത്ത് കൂടുതൽ ജീവനക്കാരെ ദേവസ്വം ബോർഡ് നിയോഗിച്ചിട്ടുണ്ട്. അരുൺ പാറയ്ക്കൽ നൽകിയ റിപ്പോർട്ടിലേക്ക്. മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളുടെ അവസാനവട്ട ഒരുക്കമാണ് ശബരിമലയിൽ ഇപ്പോൾ നടക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം ചേരുന്നുണ്ട്. ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പ്രധാനമായും വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല, ഈ പമ്പ, ഹിൽ ടോപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട വ്യൂ പോയിന്റുകളെല്ലാം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നു. പോലീസിന്റെ ഉന്നതതല യോഗം ചേരുന്നു. ഇന്ന് താരതമ്യേന തിരക്ക് കുറവാണ്. ഇതുവരെ 30,000-ഓളം തീർത്ഥാടകർ മാത്രമാണ് സന്നിധാനത്തേക്ക് എത്തിയിട്ടുള്ളത്. മണിക്കൂറിൽ 4,000-ഓളം ആളുകൾ 18-ാം പടി കയറുന്നു എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന തിരക്ക് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഇന്നലെ മുതൽ തന്നെ പൂർണ്ണമായും നിർത്തിവെച്ചിരുന്നു. ഈ വെർച്വൽ ക്യൂ പോലുള്ള സംവിധാനങ്ങൾ അതിന്റെ എണ്ണത്തിലും പരിമിതി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ തിരക്ക് താരതമ്യേന കുറയുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പോലെ ഈ മുതിർന്ന ആളുകളുടെയും കുട്ടികളുടെയും നീണ്ട നിര ഇന്ന് സന്നിധാനത്ത് ഇല്ല. എന്തായാലും മകരവിളക്കിനോടനുബന്ധിച്ച് ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പരിശോധിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം പ്രത്യേകമായി ചേരുന്നുണ്ട്. നാളെ ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും മറ്റ് വകുപ്പുകളുടെയും ഒക്കെ യോഗം സംയുക്തമായി ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നാളെ മുതൽ തീർത്ഥാടകരുടെ നീണ്ട നിര സന്നിധാനത്തേക്ക് ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവർക്ക് വേണ്ട കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ദേവസ്വം ബോർഡിന്റെ 350 ജീവനക്കാരെ പുതുതായി നിയോഗിച്ചിട്ടുണ്ട്. 2,500 പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. വിവിധ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് ഈ വ്യൂ പോയിന്റുകളിലൊക്കെ തന്നെ സുരക്ഷ കൂടുതലായി ഏർപ്പെടുത്തേണ്ടതുണ്ട്. തീർത്ഥാടകർ, ഇവിടെ വരുന്ന തീർത്ഥാടകരെ, മകരവിളക്കിനോടനുബന്ധിച്ച് മകരജ്യോതി ദർശിക്കാനെത്തുന്ന തീർത്ഥാടകരെ പ്രത്യേകിച്ച് നിർബന്ധപൂർവ്വം തിരിച്ചയക്കേണ്ട എന്നൊരു നിലപാടിലാണ് ദേവസ്വം ബോർഡ് ഉള്ളത്. തമ്പടിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ആന്റി നക്സൽ കോഡ് തലവനാണ് സന്നിധാനത്തെ സുരക്ഷയുടെ ചുമതലയുള്ളത്. അദ്ദേഹം ഈ വ്യൂ പോയിന്റുകളിലൊക്കെ തന്നെ പോയി കണ്ട് ആ സ്ഥലങ്ങൾ വിലയിരുത്തിയിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയിരുന്നു. ಇನಿ ಪೊಲೀಸ್ ಉದ್ಯೋಗಸ್ಥರ ಯೋಗಂ ಸೇರಂ ಇನ್ನಿപ്പോൾ ದೇವಸ್ವಂ ಬೋರ್ಡಿന്റെ ಯೋಗಂ ಸೇರುകയാണ്. ಸ್ವಾಮಿ ಶರಣಪ್ಪ, ನಾವು ಕರ್ನಾಟಕದಿಂದ ಬಂದಿದ್ದೇವೆ. ನಮ್ಮ ದರ್ಶನ ಎಲ್ಲ ಚೆನ್ನಾಗಿದೆ, ವ್ಯವಸ್ಥೆ ಎಲ್ಲ ಚೆನ್ನಾಗಿದೆ. ಆದ್ರೆ ಈ ಸರಿ ಒಂದು ಸ್ವಲ್ಪ ಕ್ರೌಡ್ ಹೆಚ್ಚಿಗೆ ಇದೆ. ಸ್ವಾಮಿಗಳು ವಿಚಾರ ಮಾಡಿಬಿಟ್ಟು ಆನ್ಲೈನ್ ಎಲ್ಲ ಬುಕ್ ಮಾಡಿಕೊಂಡು ಕರೆಕ್ಟ್ ಆಗಿ ಎಲ್ಲ ಇದು ಮಾಡ್ಕೊಂಡು ಬನ್ನಿ. ಸ್ವಾಮಿ ಶರಣಮಯ್ಯ.